രാജേട്ടാ ഒന്ന് ലെഫ്റ്റ് അതെ കൈ കെട്ട്. പ്രിയേട്ടാ സൂപ്പർ. ഞങ്ങളിവിടെ എത്തി. കുറച്ചിങ്ങോട്ട് നമുക്ക് സെറ്റ് തന്നെ ഉണ്ട്. നിങ്ങൾ വരാതെ മീറ്റിംഗ് നടക്കത്തില്ല, അറിയാലോ. ലേറ്റ് ആവരുതേ പ്ലീസ്. എന്തായി? പുള്ളി സമയത്തിനെത്തിക്കോളാന്ന് പറഞ്ഞു. ആണല്ലേ? എവിടെ കിട്ടിയാ? കിട്ടി. ഇതാ നമ്പർ കിട്ടിയില്ലേ? നമ്പർ കിട്ടി, തല കിട്ടില്ല. നമ്പർ കിട്ടണം. അപ്പോ രായിട്ടൊന്ന് ഇരിക്കേണ്ടി വരും. ആയിരിക്കാം. രാജേട്ടാ വിളിക്കിരിക്കണ പോലെ ഇരിക്കാത്തൊന്ന് സ്റ്റൈലായിട്ട് ഇരിക്കാവോ? സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലുക്കുള്ളി ഇരിക്കാൻ പറ്റില്ല. ഓക്കെ. എവിടെ? ഈ പടത്തിന്റെ ക്യാമറ തനിക്ക് ചെയ്തൂടെ? ചെയ്യാൻ പറ്റില്ലേ? എത്തി, ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്ക് എത്തി. ആ 1:30 വരില്ലെന്ന് വിചാരിച്ച് ഓപ്പറേഷന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സോറി, ഫണ്ട് അറേഞ്ച് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഓ ഓക്കെ. ഞാനാണെന്ന് പറയണ്ട കേട്ടോ. നോ, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ഫണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. കൊച്ചിനെങ്ങനെയുണ്ട്? ഹീസ് ഫൈൻ, വി വിൽ ടേക്ക് കെയർ. ഓക്കെ. എന്റെ പൊന്നു സാറേ, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇവിടെ സമരം കാണാൻ വന്നതന്നെ. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മോളിൽ കയറി നിൽക്കുന്നു. അറിഞ്ഞൂടാ. സാറേ, ഇയാളെ കണ്ടാലും പരിചയമുണ്ടല്ലോ. പ്രിയദർശന്റെ ബന്ധുവല്ലേ? പോലീസുകാരെ വിപ്ലവം പഠിപ്പിച്ചോ. ഒരു വണ്ടി നമ്പർ ഞാൻ പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് അതിന് ഓർഡർ പ്രിയദർശൻ അവൻ എത്രയും പെട്ടെന്ന് പൊക്കണം അവിടെ എത്തിക്കണം. അങ്ങനെ ഇറക്കല്ലേ, അപ്പുറത്തോടെ ഇറക്കാം. എന്ത് ഞാൻ ഒറ്റയ്ക്ക് വിളിക്കണല്ലോ. എന്റെ ഒറ്റ കൺട്രോൾ CPO 514 കോളിംഗ് KL7BQ1396. ഈ വണ്ടി ഓടിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്ത് നഗരസഭ കാര്യങ്ങൾക്ക് എത്തിക്കുക. അർജന്റാണ്. ഓൾ അമ്മേ, എടാ നീ വരുമ്പോണ്ടല്ലോ ഞങ്ങൾക്കൊരു സോപ്പും കൂടി വാങ്ങിട്ട് വരണം കേട്ടോ. അമ്മേ, അതൊക്കെ ഇവിടെ ഉണ്ട് അമ്മേ. അച്ഛന് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതാടാ, അതുകൊണ്ട് ആയുർവേദ കഷായ സോപ്പ് തന്നെ വേണം. അമ്മ നാളെ മതിയോ? ഇന്ന് വേണോ? ഇന്ന് തന്നെ വേണം. അപ്പൊ ശരി. അമ്മേ, പുതിയ ഏതെങ്കിലും പരിപാടി കൂടെ ഏറ്റുപിടിച്ചോ? ഇത് കൊള്ളാല്ലേ? അമ്മക്ക് കഷായ സോപ്പ് വേണം ഇന്ന് തന്നെ. 1 മണിക്ക് എയർപോർട്ടിൽ എത്താന്ന് പറഞ്ഞതാ. സമയം ഇതാ നോക്ക്, 2 മണിയായി. എയർപോർട്ടിൽ എത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഞാനാണ് ഇതിനകത്ത് വന്ന് പെട്ടും പോയി. 1 മണിക്കൂറൊക്കെ നമുക്ക് പിടിച്ചിരുത്തന്നേ. പിടിച്ചിരുത്തേ? സമയം പിടിച്ചിരുത്തുന്ന ആൾ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ എയർപോർട്ടിലേക്കാണ്. അല്ല, എയർപോർട്ടിൽ എന്താ കാര്യം? എനിക്ക് എറണാകുളത്ത് ഒരു ആന്റിക് ഷോറൂം ഉണ്ട്. അതിനകത്ത് കുറെ ഐറ്റംസിൽ എന്തോ കസ്റ്റംസ് ക്ലിയറൻസ് പ്രോബ്ലം. അത് ശരിയാക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയെടുത്താനുള്ള പാടെ എനിക്കല്ലേ അറിയൂ. അമ്മയായിട്ട് ഓരോന്ന് തുടങ്ങി വെച്ചതാ. ഇപ്പം എല്ലാം എൻ്റെ തലയിലായി. എനിക്കാണെങ്കിൽ ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ കിട്ടാനും ഇല്ല. ഉത്തരവാദിത്തത്തോടുകൂടി ഷോപ്പ് നോക്കി നടത്താൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? എന്താ? അല്ല, നല്ല സാലറി കൊടുക്കാം. വിശ്വാസമില്ലാത്ത ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാ. ഞാനിപ്പോ തോളിൽ തലയിലായിട്ട് കൊണ്ടു നടക്കുന്നതന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പാടുപെടുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി വേണം. ഇവിടെ 5 മിനിറ്റിനുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടും. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല മാം, ഒന്ന് ചിരിക്കുവോ? എടാ ഒന്ന് റൈറ്റിലേക്ക് മാറ്റി.
അമ്മയ്ക്കുള്ള ആയുർവേദ കഷായ സോപ്പ് മേടിക്കാൻ ആയുർവേദ കട അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഫോട്ടോ കിട്ടിയോ? ആ ഇതാണോ ഫോട്ടോ? അയ്യോ, ഇത് കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ? നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോന്ന് അറിയാൻ വേണ്ടി വിളിക്കും. ഏയ്, ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക്. ആ ഫോട്ടോയിലൊന്ന് ചിരിക്കാമായിരുന്നു. എനിക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്, മൂഡ് സ്വിങ്സ്, പിന്നെ ഡിപ്രഷനും. സമയത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെ വരും. മനസ്സ് പിടിച്ചാൽ പിടികിട്ടില്ല. ഇതിനും എന്തെങ്കിലും മരുന്നുണ്ടാവോ ഡോക്ടറിൻ്റെ അടുത്ത്? നമ്മുടെ അടുത്ത് മരുന്നുണ്ട്, പക്ഷെ ഇതുപോലെ കൂടിയ ഡോസ് അല്ല, സ്വീറ്റ് ആയിരിക്കും. അത് തരാം. ഇത്രയും മരുന്നൊക്കെ കഴിക്കാൻ എന്താ സംഭവിച്ചത്? എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഞങ്ങൾ ലൈഫിൽ നല്ല ഹാപ്പി ആയിരുന്നു. ആൻറ്റീക് ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അമ്മയായിരുന്നു. ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യണമെന്നും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നും അമ്മ എപ്പോഴും എന്നെ പഠിപ്പിച്ചിരുന്നു. ഞാൻ പൊതുവേ ഒരു ഇൻട്രോവേർട്ടാണ്. എന്നെ ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് അമ്മയാണ്. കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നവരെയുള്ള അമ്മയോടൊപ്പമുള്ള സമയം എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. അമ്മ അസുഖക്കാരിയായി. പിന്നെ കാലങ്ങളോളം ഹോസ്പിറ്റലും വീടും മാറി മാറി എൻ്റെ ജീവിതവും അതുതന്നെയായി മാറി. അമ്മ തിരിച്ചു വരില്ല എന്നുള്ള ഡോക്ടേഴ്സിൻ്റെ പ്രഡിക്ഷൻസിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അമ്മ തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. വേറൊന്നും എനിക്ക് ആഗ്രഹിക്കാനും ഇല്ലായിരുന്നു. പക്ഷേ ഈ നശിച്ച ലോകത്തു നിന്ന് പോകണമെന്ന് അമ്മ തന്നെ എന്നോട് പറയുന്നതാണ് എനിക്ക് തോന്നിയ നിമിഷം ഞാൻ ആ കൺസെന്റ് സൈൻ ചെയ്തു. അമ്മയെ മരണത്തിന് വിട്ടുകൊടുത്തു. ചെയ്തത് തെറ്റായിപ്പോയോ എന്നോർത്ത് ഞാൻ കുറേ കാലം വിഷമിച്ചു. എന്നോട് തന്നെ തർക്കിച്ചു. പിന്നെ എപ്പോഴോ മനസ്സും കൈവിട്ടു.